തായ്ലൻഡിലെ ബാങ്കോക്കിലെ ഒരു തെരുവിലാണ് കേട്ടോ. അതായത് നിയോൺ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി തെരുവ്, അതായത് കൗസൺ റോഡ്. കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ഏരിയ കൂടിയാണ് ഈ കൗസൺ റോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഒരു പുള്ളി ഫ്ലൈയിങ് കാർഡ്സ് കാണിച്ച് ആൾക്കാരെയൊക്കെ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. 2 കാർഡ് ആണ് 100 ബാത്ത് കേട്ടോ. അപ്പോൾ നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ പുള്ളി അതിനെ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഗൈഡ് ചെയ്ത് ടീച്ച് ചെയ്ത് തരുന്നുണ്ടോ. കണ്ടോ, അതിനകത്ത് എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കറക്കേണ്ടത് എങ്ങനെയാണെന്ന് പുള്ളി പറഞ്ഞു തരും. ഇവിടെയാണെങ്കിൽ ഒട്ടനവധി കടകളൊക്കെയാണ് കേട്ടോ. ഈ 2 സൈഡും ഫുള്ള് സ്ട്രീറ്റ് ഫുഡും പബ്ബുകളും ബാറും എല്ലാം ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ കൗസൺ റോഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓരോരുത്തർ ഓരോ ബോർഡൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഷോപ്പിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുഡുകളും പിന്നെ ബിയറും വൈനും ഒക്കെ വാങ്ങി കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഒരു ബാക്ക് പാക്കിംഗ് ഹബ്ബ് കൂടിയാണ് കേട്ടോ കൗസൺ റോഡ്. പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, പിക്ക് പോക്കറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്, സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഒട്ടനവധി കടകളൊക്കെ ഇവിടെയുണ്ട്. എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കലാകാരന്മാരുടെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഗിറ്റാർ വായിക്കുന്നതും പിന്നെ ഡ്രോയിങ്സും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ കണ്ട് നടക്കാം. PTA Oslo Pocket 3. Yes, I know that. Yeah, I know. Where are you from? Okay, enjoy. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, കയ്യിലിരിക്കുന്ന ക്യാമറ ഏതാ എന്നാണ് അവർ ചോദിച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൗസൺ റോഡിലെ കാഴ്ചകൾ. അല്ല, ഇവിടെ ഓഫറാണ് കേട്ടോ. 3 എടുക്കുമ്പോൾ ഒരു കുപ്പി 2 കുപ്പിയൊക്കെ ഫ്രീ ആണ്. പിന്നെ എല്ലാ ബാറിലും തന്നെ എന്ത് ചെയ്യുന്നത്, ഇവിടെ എല്ലാ പബ്ബുകളിലും ഡാൻസും ഷോകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ കയറിയിരുന്ന പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡുകളൊക്കെ റേറ്റ് അത്യാവശ്യം കുറവാണ് ഇവിടെ. എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ലൈറ്റുകളാണ് കേട്ടോ. ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഇതൊരു ബാറാണ്, ഹാപ്പി അവറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡും ബീറൊക്കെ ഇരുന്ന് കഴിച്ച് പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അടിപൊളി ലൈറ്റ് ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ ആണെങ്കിൽ മസാജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. മസാജിങ് ഒക്കെ വളരെ റേറ്റ് കുറവാണ്. 1 അവറിലത്തേക്ക് ഒരു 150 ബാത്തൊക്കെ ഉണ്ടാവും. ഫുഡ് മസാജ് 150 ബാത്തേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ബാങ്കോക്കിൽ ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു 300-350 ബാത്തൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നല്ല ഡിസ്കൗണ്ട് പ്രൈസാണ് കേട്ടോ. ഈ സൈഡെല്ലാം മസാജിങ്ങും ഫുഡും അങ്ങനത്തെ ഉള്ള കുറേ ഏരിയാസാണ്. ഇതാണ് ഒരു പബ്ബാണ് കേട്ടോ. അവസാനം എന്താ, അവളാണെങ്കിൽ ഞങ്ങളെ 2 പേരും എന്ത് ചെയ്ത് പിടിച്ച് പബ്ബിനകത്ത് കയറ്റി കേട്ടോ. ഞങ്ങൾ പിന്നെ വിചാരിച്ച് കുറച്ച് സമയം അതിനകത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ ദൂരം നടന്നായിരുന്നു. അപ്പോൾ ഇതിനകത്താണെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്.
പകൽ സമയത്തൊക്കെ ആണെങ്കിലും ഈ റോഡ് സജീവമായിരിക്കും കേട്ടോ. പക്ഷേ രാത്രിയിലാണ് ഇവിടെ കൂടുതലും ആൾക്കാരെത്തുന്നതും വിനോദസഞ്ചാരികൾ എത്തുന്നതൊക്കെ രാത്രിയാണ് കേട്ടോ. ഇവിടെ കാണാൻ നല്ല അട്രാക്ഷൻ ആവുന്ന ലൈറ്റുകളുടെ ആംബിയൻസ് ഒക്കെ ആവുന്നതൊക്കെ രാത്രി തന്നെയാണ്. ഏകദേശം ഇവിടെ ഒരു പീക്ക് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല റഷായിരിക്കും കേട്ടോ. ഒരു പ്രതിദിനം ഏകദേശം 40-50,000 പേരോളം ഇവിടെ എത്തുമെന്നാണ് കണക്കുകൾ തന്നെ പറയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് ഗ്രാൻഡ് പാലസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ടാക്സി അല്ലെങ്കിൽ ഇവിടുത്തെ ടുക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് എളുപ്പമാർഗ്ഗം ഇവിടെ വരാൻ വേണ്ടി. ഇവിടുന്ന് ഡ്രസ്സും പിന്നെ സുവനീറുകളും ഒക്കെ വാങ്ങാനൊക്കെ അത്യാവശ്യം റേറ്റ് നല്ല ഇവിടെ കുറവാണ് കേട്ടോ. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം വില കുറവാണ്. അങ്ങനെ കൗസൺ റോഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ കൗസൺ റോഡിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.